പ്രിയമുള്ളവരെ, ഞങ്ങളിപ്പോൾ കൈക്കമ്പയിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിനെ പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടി പഞ്ചായത്ത് ഓഫീസിലാണ് ഇപ്പോൾ ഞങ്ങളെല്ലാ റിക്ഷ തൊഴിലാളികളും ഇവിടെ ഇരുന്നിട്ടുള്ളത്. കാരണം ഒരു നാട്ടിൻ്റെ സ്പന്ദനം അറിയുന്നത് അവിടുത്തെ തൊഴിലാളികൾക്കാണ്. കൈക്കമ്പയെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങുന്നത് അവിടുത്തെ റിക്ഷ തൊഴിലാളികളാണ്. അവിടെ രൂക്ഷമായ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ദേശീയപാതയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നപ്പോൾ അവിടെ കാലാകാലങ്ങളിലായി കൈക്കമ്പയിൽ ഉണ്ടായിരുന്ന 2 റിക്ഷ സ്റ്റാൻഡുകൾക്കും അവിടുത്തെ റിക്ഷ നിർത്താൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി. കാരണം പൂർണ്ണമായും ഹൈവേക്ക് വേണ്ടി സ്ഥലം അക്വയർ ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ താൽക്കാലികമായി അവർ ഇപ്പോൾ നിർത്തുന്നത് സർവീസ് റോഡിലാണ് വാഹനങ്ങൾ നിർത്തുന്നത്. ആ സർവീസ് റോഡിൽ വാഹനം നിർത്തുമ്പോൾ അതിൻ്റെ പ്രയാസങ്ങൾ അവർക്ക് തന്നെ അറിയാം. പക്ഷേ ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് ആയപ്പോൾ അവരുമായി നിരന്തരമായി ചർച്ചകൾ നടത്തി, സംസാരങ്ങൾ നടത്തി. അതിനുശേഷം ഇന്ന് ഞങ്ങളെല്ലാവരും എൻ്റെ ചേംബറിൽ ഇരുന്ന് സംസാരിച്ച് എന്താണ് കൈക്കമ്പയുടെ ഭാവി വികസന പ്രവർത്തനത്തിനും ഗതാഗത തടസ്സമില്ലാതെ യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങളിപ്പോൾ ഒരു ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ കൈക്കമ്പയിൽ റോഡിൽ റിക്ഷ നിർത്തുന്നത് ഒഴിവാക്കാനും അതിന് ബദൽ സംവിധാനം ചെയ്യാനും 1ൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഓട്ടോ പാർക്ക് ചെയ്ത് ഈ ഒരു ഗതാഗത തടസ്സം ഇല്ലാത്ത രീതിയിലേക്ക് മുന്നോട്ട് പോകാനും, അതോടൊപ്പം കൈക്കമ്പയിൽ നിന്നും കന്യാണ പായാറ് പോകുന്ന ബസ്സുകൾ സർവീസ് റോഡിലാണ് നിർത്തുന്നത്. അത് ആ ബസ് ഉടമയോട് നേരിട്ട് സംസാരിച്ച് അതിനുള്ളൊരു പരിഹാരം കാണാൻ, അതായത് ആ ബസ് സ്റ്റോപ്പ്, അതിൻ്റെ തൊട്ട് മുമ്പിൽ ബസ് സ്റ്റോപ്പുണ്ട്. കൈക്കമ്പയിൽ നിന്ന് കുറച്ചും ഉള്ളിലേക്ക് മണ്ണങ്കുതി പള്ളിൻ്റെ കുറച്ചിപ്പുറം ബസ് സ്റ്റോപ്പുണ്ട്. അവിടെ തന്നെ ബസ്സുകൾ, ഉപ്പളയിൽ നിന്ന് വരുന്ന ബസ്സുകൾ അവിടെ നിർത്താനും തിരിച്ച് കല്യാണ പായാറിൽ നിന്ന് വരുന്ന ബസ് കൈക്കമ്പക്ക് മുമ്പായി നിർത്താനും, അതുപോലെ ഇപ്പോൾ നിലവിൽ കാസർഗോഡിലേക്ക് പോകുന്ന ലോക്കൽ ബസ്സും KSRTC ലിമിറ്റഡ് ബസ്സും ഒക്കെ നിർത്തുന്നത് ഈ കൈക്കമ്പ പായാർ റോഡിൻ്റെ മുമ്പിലാണ്. അത് കൈക്കമ്പയിലെ ബസ് സ്റ്റോപ്പിൽ നിർത്താൻ വേണ്ടിയും, തൊട്ടപ്പുറത്ത് മംഗലാപുരത്തേക്ക് പോകുന്ന ബസ്സുകളൊക്കെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാഞ്ഞിട്ട് പോലും മറ്റൊരു സ്ഥലത്താണ് നിർത്തുന്നത്. അതും കൂടി നിർത്താനും ബന്ധപ്പെട്ട പോലീസ് അധികാരികളും ഉദ്യോഗസ്ഥന്മാരും ഒക്കെയായി ഈ ശ്രദ്ധപ്പെടുത്താൻ വേണ്ടിയാണ്. പ്രിയമുള്ള നാട്ടുകാരോടും വ്യാപാരി സുഹൃത്തുക്കളോടും പറയാനുള്ളത്, ഈ പരിഷ്കരണവുമായി നിങ്ങൾ തീർച്ചയായും സഹകരിക്കണം. നമ്മുടെ നാട്ടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ്. ആളുകൾ ടൗണിലേക്ക് വന്നാൽ ഓട്ടോക്കാർക്ക് അവരുടെ ഓട്ടം കിട്ടും, വ്യാപാരികൾക്ക് കച്ചവടം കിട്ടും, മറ്റുള്ള വ്യാപാരങ്ങൾക്കൊക്കെ ആളുകൾ ഉണ്ടാകും. ഒരു നാട് ട്രാഫിക് മൂലം വെറുപ്പ് മുട്ടിയാൽ സ്വാഭാവികമായും അവിടെ ആളുകൾ വരാൻ പ്രയാസപ്പെടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ കച്ചവടം ഇല്ലാത്തൊരു സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് എല്ലാവരും വരും നാളുകളിൽ കൈക്കമ്പയിൽ ഉണ്ടാക്കുന്ന പരിഷ്കരണങ്ങൾ പൂർണ്ണമായും അത് ഒരു വ്യക്തിക്കോ ഒരു ആളുകൾക്കോ പ്രയാസമില്ലാത്ത രീതിയിൽ എല്ലാ ആളുകൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിലായിരിക്കും പരിഷ്കരണം. അതിൽ സഹകരിക്കണമെന്ന് ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഒന്ന് ക്യാമറ കാണിക്കും. ഞങ്ങളിവിടെ ഒരുപാട് തൊഴിലാളികൾ ഈ സമയത്ത് ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഇവരുടെ സമയം നോക്കിയിട്ടാണ് ഞാൻ യോഗം വിളിച്ചത്. കാരണം ഇവരെല്ലാവരുടെ സാന്നിധ്യം എനിക്കിവിടെ വേണം. ഇവിടെ ഏകദേശം 8 മണി സമയത്താണ് ഞാൻ ഈ രാത്രി യോഗം പഞ്ചായത്തിൽ എൻ്റെ ചേംബറിൽ വിളിച്ചിട്ടുള്ളത്. 35ഓളം തൊഴിലാളികൾ ഇന്നിവിടെ കൈക്കമ്പ ഓട്ടോ സ്റ്റാൻഡിലുണ്ട്. എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിലെ പരിഷ്കരണത്തിന് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ സ്വന്തം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്.